രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അഷ്ടപതി അവസാനത്തെ അധ്യായമാണ്, അതായത് 24-ാമത്തെ അധ്യായമാണ്. 7-8 ശ്ലോകമാണ് പഠിപ്പിക്കുന്നത്. 145-ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണാൻ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും, എല്ലാ ചൊവ്വാഴ്ചയും. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് രാധയുടെ പ്രണയം കിട്ടും. കൃഷ്ണൻ്റെ രാധയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം അതിനകത്തുണ്ട്. എല്ലാ ബുധനാഴ്ചയും അധികം താമസിയാതെ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് വരും. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി, വെള്ളിയാഴ്ച സൗന്ദര്യലഹരി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. ദൂരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിക്കാവുന്നതാണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. പിന്നെ ഇതിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. അതേ കണക്ക് തന്നെ ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. അതിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയക്കുകയോ എന്നെ വിളിക്കുകയോ ചെയ്താൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പ്ലേലിസ്റ്റിൽ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലുള്ളത് കേൾക്കണം. അതേ കണക്ക് തന്നെയാണ് അതിനകത്ത് ഹിന്ദുക്കൾ സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചുള്ളതുണ്ട്. അതുപോലെ ബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്. കൃഷ്ണൻ്റെ പുനരവതാരമാണ് സാക്ഷാൽ ശ്രീബുദ്ധൻ എന്ന് പറയുന്നത്. ഭക്തമീരയുടെ ഇതുണ്ട്. അതേ കണക്ക് തന്നെ രാധികാ കവചം 2 ഉണ്ട്, 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമം പാടിയിട്ടിട്ടുണ്ട് നമ്മുടെ കൃഷ്ണപ്രിയ. അതേ കണക്ക് തന്നെയാണ് നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. എന്നും രാവിലെ നിങ്ങൾക്ക് 5:30 മണിയാകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന മോർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മയ്ക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മയ്ക്ക് ജയ്. എനിക്ക് രോഗം വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മയ്ക്ക് ജയ്. അപ്പോൾ ഇന്ന് നമ്മുടെ അഷ്ടപതി നമുക്ക് പാടിത്തരുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെയൊക്കെ മനം കവർന്ന നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിയ കൃഷ്ണപ്രിയ. 2 രാധികാ കവചത്തിലൂടെയും 2 രാധാ സഹസ്രനാമത്തിലൂടെയും നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ സാക്ഷാൽ കൃഷ്ണപ്രിയ. കൃഷ്ണന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം ലഭിച്ച കൃഷ്ണപ്രിയ. രാധേ രാധേ ചാനലിന് അങ്ങേയറ്റം പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ. രാധേ രാധേ ചാനലുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ തൻ്റെ അതിമനോഹരമായ ശബ്ദത്തിൽ ഇന്നത്തെ 2 അഷ്ടപതിയും നമ്മുടെ കൃഷ്ണപ്രിയ പാടുകയാണ്. അതേ കണക്ക് കൃഷ്ണപ്രിയയോട് ഞാനൊരു റിക്വസ്റ്റ് നടത്തിയായിരുന്നു. ഏറ്റവും അവസാനത്തെ അഷ്ടപതിയുടെ അവസാനത്തെ ശ്ലോകം കൃഷ്ണപ്രിയ തന്നെ പാടണമെന്ന്. സന്തോഷത്തോടുകൂടി കൃഷ്ണപ്രിയ അത് സ്വീകരിച്ചു. അതിന് രാധേ രാധേ ചാനൽ കൃഷ്ണപ്രിയയോട് നന്ദി പറയുന്നു. അപ്പം നമ്മുടെ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടുന്നു, കേട്ടോളൂ. സരസഖനേ ജഖനേ മമ ശംബരധാരണ വാരണ കന്ദരേ മണിരശനാവസനാഭരണാനി ശുഭാശയ വാസയ സുന്ദരേ നിജഗാധസാം യദുനന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് പാടി തന്നത് കേട്ടല്ലോ. ഇനി കേട്ടെ. സരസഖനേ ജഖനേ മമ ശംബര ധാരണ വാരണ കന്ദരേ മണിരശനാ വസനാഭരണാനി ശുഭാശയ വാസയ സുന്ദരേ നിജഗാഥ സായതു നന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ. അർത്ഥം എഴുതിക്കൊള്ളൂ. സരസ അർത്ഥം മനോഹരമായ, മനോഹരമായ. ഖനേ ഉറച്ച, ഉറച്ച. ജഗനേ അരക്കെട്ട്. മമ എൻ്റെ. ശംബരധാരണൻ അർത്ഥം കാമദേവൻ, ശംബരധാരണൻ കാമദേവൻ. വാരണ, വാരണ ആന. കന്ദരം, കന്ദരം ഗുഹ. മണിരശന രത്നം പതിപ്പിച്ച അരഞ്ഞാണം. മണിരശന എന്ന് പറഞ്ഞാൽ രത്നം പതിപ്പിച്ച അരഞ്ഞാണം. വസനം, വസനം വസ്ത്രം. ആഭരണാനി അർത്ഥം ആഭരണങ്ങൾ. ശുഭാശയ, ശുഭാശയ മംഗളം, മംഗളം. വാസയ, വാസയ അഭിപ്രായമല്ലെങ്കിൽ ചിന്തകൾ. അപ്പൊ ഇനി നോക്കേ, ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ സുന്ദരനും മംഗളം വരുത്തുന്നവനും കാമദേവനാകുന്ന ആനയുടെ അപ്പൊ ഇവിടെ അഭിസംബോധന ചെയ്യുകയാണ് കൃഷ്ണനെ. അല്ലയോ സുന്ദര, അല്ലയോ മംഗളം വരുത്തുന്നവനെ ശ്രീകൃഷ്ണ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നിട്ട് രാധാറാണി പറയുകയാണ്, കാമദേവനാകുന്ന ആനയുടെ വാസസ്ഥാനമായ ഗുഹയായിട്ടുള്ളതും മനോഹരമായതും തടിച്ചതുമായ അരക്കെട്ടിൽ രത്നം പതിപ്പിച്ച അരഞ്ഞാണം, അതുകൂടാതെ വസ്ത്രങ്ങള്, മറ്റാഭരണങ്ങൾ എന്നിവ നീ അണിയിച്ചാലും, അതായത് ശംബരൻ എന്ന അസുരനെ വധിച്ചത് ശ്രീകൃഷ്ണപുത്രനായ പ്രത്യുഗ്നനാണ്. ഈ പ്രത്യുഗ്നൻ കാമദേവന്റെ അവതാരമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ കാമദേവന്റെ അവതാരമാണ് പ്രത്യുഗ്നൻ. അതുകൊണ്ട് കാമദേവനെ എന്ത് പേര് വിളിക്കുന്നു? ശംബര അന്തകൻ എന്ന പേര് വിളിക്കുന്നു. അത് മനസ്സിലല്ലേ? ശംബരന് വധിച്ചവൻ. അപ്പൊ കൃഷ്ണനോട് പറയുകയാണ്, ഏ കൃഷ്ണ സുന്ദര, സർവമംഗളങ്ങളും എല്ലാവർക്കും വരുത്തുന്നവനെ, നീ എൻ്റെ നിതംബം കണ്ടില്ലേ? അത് കാമദേവന്റെ വാസസ്ഥാനമായ ഗുഹ, ആനയുടെ വാസസ്ഥാനമായ ഗുഹയായിട്ടുള്ളതും ആനയുടെ വാസസ്ഥാനമായ, അതായത് കാമദേവനാകുന്ന ആനയുടെ വാസസ്ഥാനമായ ഗുഹയായിട്ടുള്ളതാണ്. അതിമനോഹരമാണ്,
തടിച്ചതാണ്. അവിടെ നീ എന്ത് ചെയ്യണം? രത്നങ്ങൾ പതിപ്പിച്ച അരഞ്ഞാണം ധരിക്കണം. അതായത് ശരിക്കും രാധാറാണി പറയുകയാണ്, അല്ലയോ സുന്ദര, എൻ്റെ ജീവിതത്തെ ആനന്ദിപ്പിക്കുന്നവനെ, എൻ്റെ പ്രണയഭാജനമേ, ഈ പ്രപഞ്ചത്തിലെ സകല മംഗളങ്ങളും സ്ഥിതി ചെയ്യുന്നത് കണ്ണാ നിന്റെ കൈവെള്ളയിലല്ലേ. അതാണ് പ്രപഞ്ചത്തിലെ സകല മംഗളങ്ങളും സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണന്റെ കൈവെള്ളയിലാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ കൈവെള്ള ഉയർത്തി അനുഗ്രഹിക്കുന്ന വിഗ്രഹമുള്ളിടത്തൊക്കെ എന്താണ് അവിടെ ചെന്ന് ആര് തൊഴുതാലും എന്തു വിചാരിച്ചാലും നടക്കും. കാരണം മംഗളമൂർത്തിയാണ് ആരെന്ന് പറയുന്നത് കൃഷ്ണൻ. മനസ്സിലെ കൃഷ്ണനെ ഭജിച്ചാൽ ദുഃഖം തരുമെന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. കാരണം കൃഷ്ണനെ പോലെ ആനന്ദം നൽകുന്ന ആരുമില്ല. പക്ഷെ രാധയെ ഭജിക്കാതെ കൃഷ്ണനെ ഭജിക്കുമ്പോൾ ദുഃഖം കിട്ടും. അതിന് കൃഷ്ണൻ ഉത്തരവാദി അല്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് പറയുകയാണ്, അല്ലയോ കണ്ണാ, നിന്റെ ഹൃദയം മുഴുവനും നിറഞ്ഞിരിക്കുന്നത് ശൃംഗാര രസമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ശൃംഗാര രസം നിറഞ്ഞിരിക്കുന്ന കണ്ണ, എന്നോട് കാമം തോന്നുന്ന കണ്ണ, രത്നം പതിപ്പിച്ച നീ എൻ്റെ അരഞ്ഞാണം ഉണ്ടല്ലോ, അത് നേരത്തെ രതിലീല നടത്തിയപ്പോൾ നീ അഴിച്ചു മാറ്റിയതാണ്. ആ അഴിച്ചു മാറ്റിയ അരഞ്ഞാണം വീണ്ടും എൻ്റെ അരക്കെട്ടിൽ നീ എന്ത് ചെയ്യണം? ചാർത്തിത്തരണം. അങ്ങനെ ചെയ്യണം കണ്ണ എന്ന് പറഞ്ഞാൽ കണ്ണനിൽ രാധാറാണിയോട് വീണ്ടും വികാരം വന്നു തുടങ്ങി. അപ്പൊ സ്വാഭാവികമായും രാധാറാണിയുടെ നഗ്നമായ അരക്കെട്ടിനകത്ത് രത്നം പതിപ്പിച്ച അരഞ്ഞാണം കെട്ടുമ്പോൾ വീണ്ടും കാമവികാരം ഉണരുകയും ഒരിക്കൽ കൂടി രതിലീലയിലേക്ക് പോവുകയും ചെയ്യാം. എന്നിട്ട് രാധാറാണി പറയുകയാണ്, അല്പം മുമ്പ് നടന്ന രതിലീലയിൽ നീ ഊരിയെടുത്ത ആഭരണങ്ങള് അല്ലേ, ആ ആഭരണങ്ങളും നീ ഊരിയെടുത്ത വസ്ത്രം, ഇതൊക്കെ എൻ്റെ അരക്കെട്ടിൽ നീ അണിയിക്കൂ. എൻ്റെ അരക്കെട്ട് മാദകത്വമുള്ളതാണ്, മൃദുവാണ്, ശൃംഗാരം നിറഞ്ഞതാണ്. എൻ്റെ അരക്കെട്ട് കാണുമ്പോൾ ശൃംഗാരം ഉണരും നിനക്ക്. കാരണം അത്രയ്ക്ക് മാദകമാണ് രാധാറാണിയുടെ അരക്കെട്ട്. ശംഭരൻ എന്ന ആനയെ വധിച്ചവനാണ് കാമദേവൻ. ആ ആനയുടെ വാസസ്ഥലമാണ് ഒരു വലിയ ഗുഹ. അതുപോലെ ആ ഗുഹ പോലെ വലിപ്പമുള്ളതും അതുപോലെ ആകർഷകവുമാണ് എൻ്റെ നിതംബങ്ങൾ എന്ന് പറഞ്ഞാൽ തൻ്റെ നിതംബത്തിന് നല്ല കനമുണ്ടെന്നാണ് ഇവിടെ രാധാറാണി ഉദ്ദേശിക്കുന്നത്. ആകർഷകമായ കനമുണ്ട്. അപ്പൊ ശംഭരൻ എന്ന ആനയെ വധിച്ചവനാണ് കാമദേവൻ. ആ ആനയുടെ വാസസ്ഥലമായ ഗുഹ. അപ്പൊ ആ ഗുഹയ്ക്ക് ഒരു ആന ഇരിക്കുന്ന ഗുഹ എന്ന് പറയുമ്പോൾ എന്ത് വലിപ്പമുണ്ട്, അതുപോലെ വലിപ്പമുണ്ട്. പക്ഷേ അത് ആകർഷകവുമാണ്. ചിലർക്ക് വലിപ്പം കൂടുമ്പോൾ ആകർഷകത്വം വരത്തില്ല. രാധാറാണിയുടേത് വലിപ്പം കൂടിയതും ആകർഷകത്വവും മാദകത്വം നിറഞ്ഞതുമാണ്. അങ്ങനെയുള്ള എൻ്റെ നിതംബത്തിലെ കൃഷ്ണ, നീ അരഞ്ഞാണവും ആഭരണങ്ങളും വസ്ത്രവും ധരിപ്പിച്ചാലും അങ്ങനെ കൃഷ്ണനെ പ്രലോഭിപ്പിക്കുകയാണ്. അതിനുവേണ്ടി കൃഷ്ണൻ ശ്രമിക്കുമ്പോൾ ഒരിക്കൽ കൂടി രതിലീലയിലേക്ക് പോകാം, അല്ലാതെ വസ്ത്രം ധരിപ്പിക്കുക എന്നതല്ല അവിടുത്തെ ഉദ്ദേശം. ശ്രീജയദേവ വചസി രുചിരേ ഹൃദയം സദയം കുരുമണ്ഡനേ ഹരിചരണ സ്മരണാമൃതനിർമ്മിത കലികലുഷ ജ്വരഖണ്ഡനേ നിജഗാദസാ യദോ നന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് പാടിയത് കേട്ടല്ലോ. ഇനി ഞാൻ വായിക്കാം. ശ്രീ ജയദേവ വജസി ഹൃദയം സദയം കുരു സജ്ജന മണ്ഡനേ ഹരിചരണ സ്മരണാമൃത നിർമ്മിത കലികലുഷ ജ്വരഖണ്ഡനേ. ജയദേവ വജസി അർത്ഥം ജയദേവൻ എഴുതിയ കാവ്യത്തിൽ, സദയം അർത്ഥം ദയയോടെ,
മണ്ഡനം, മണ്ഡനം അലങ്കാരമായ. ഹരിചരണ അർത്ഥം പാദങ്ങൾ. സ്മരണം ഓർമ്മിക്കുക. കലികൽമഷ അർത്ഥം കലികാലത്തെ പാപങ്ങൾ. ജ്വരം, ജ്വരം എന്ന് പറഞ്ഞാൽ അസുഖം എന്നാണ് അർത്ഥം, അസുഖം. ഖണ്ഡനെ, ഖണ്ഡനെ ഇല്ലാതാക്കിയാലും. അതായത് ഇതിൻ്റെ അർത്ഥം ഇതാണ്: അല്ലയോ സജ്ജനങ്ങളെ, ശ്രീകൃഷ്ണന്റെ പാതാരവിന്ദങ്ങളുടെയും ശ്രീകൃഷ്ണന്റെയും രാധാറാണിയുടെയും പാതാരവിന്ദങ്ങളുടെ സ്മരണയാകുന്ന അമൃതത്താൽ നിർമ്മിക്കപ്പെട്ടതും കലിയുഗ പാപങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുന്നതും മനോഹരമായിരിക്കുന്നതുമായ ഈ ജയദേവൻ രചിച്ച ഗീതാഗോവിന്ദത്തിൽ നിങ്ങൾ ദയവായി മനസ്സുറപ്പിച്ചാലും. അപ്പൊ ജയദേവ കവി പറയുകയാണ്: അല്ലയോ സജ്ജനങ്ങളെ, ഗീതാഗോവിന്ദം സജ്ജനങ്ങൾക്ക് മാത്രമേ വായിക്കാനും പറ്റൂ, കേൾക്കാനും പറ്റൂ. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രാധാറാണിയുടെയും പാദാരവിന്ദ സ്മരണയാകുന്നതും അതിനാൽ ആനന്ദ സ്മരണയാകുന്ന അമൃതത്താൽ നിർമ്മിക്കപ്പെട്ടതും കലിയുഗ പാപങ്ങളെ പരിപൂർണമായും നശിപ്പിക്കുന്നതും മനോഹരമായിരിക്കുന്നതുമായ ഈ ജയദേവ കവി രചിച്ച ഗീതാഗോവിന്ദത്തിൽ ഹൃദയമർപ്പിക്കൂ എന്നാണ് പറയുന്നത്. അതായത് രാധാറാണിയോടുള്ള പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ രാധാറാണിക്ക് തിരിച്ചുള്ള പ്രണയത്തിൻ്റെ അവസാന ലക്ഷ്യം എന്തെന്ന് വെളിപ്പെടുത്തുന്ന ശ്ലോകമാണിത്. കൃഷ്ണനിൽ ഉരുകിച്ചേരാൻ രാധാറാണി കൊതിക്കുകയാണ്. അങ്ങനെ കൃഷ്ണമയിയാകാൻ ആഗ്രഹിക്കുന്നു. കൃഷ്ണന്റെ ഹൃദയത്തിൽ തൻ്റെ ഹൃദയം ചേർത്തു വയ്ക്കാൻ, കൃഷ്ണ ഹൃദയവും തൻ്റെ ഹൃദയവും ഒന്നാകാൻ രാധാറാണി ആഗ്രഹിക്കുന്നു. തൻ്റെ സൗന്ദര്യം മുഴുവൻ കൃഷ്ണനിൽ ലയിപ്പിക്കണം. അങ്ങനെ കൃഷ്ണ പ്രേമമയിയാകാൻ രാധാറാണി കൊതിക്കുകയാണ്, വെമ്പുകയാണ്. രാധാറാണിയുടെ ഉയർന്ന നിലവാരത്തിലെ പ്രണയം ശൃംഗാരരസമായി പെരുമഴയായി പെയ്ത് ഈ പ്രപഞ്ചം മുഴുവൻ പെയ്തിറങ്ങുകയാണെന്ന് ജയദേവ കവി പറയുന്നു. കൃഷ്ണനിൽ മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ രാധാറാണിയുടെ പ്രണയം ശൃംഗാരരസമായി പെരുമഴയായി പെയ്തിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും പരസ്പരം രാധാറാണി എങ്ങനെയാണോ കൃഷ്ണനെ സ്നേഹിക്കുന്നത്, കൃഷ്ണൻ എങ്ങനെയാണോ രാധാറാണിയെ സ്നേഹിക്കുന്നത്, അതുപോലെ സ്നേഹിക്കണം. ആ പ്രണയത്തിലൂടെ മോക്ഷം വരും. ഇത് നിങ്ങളുടെ അടുത്ത് 1000 തവണ ഞാൻ പറയുന്നതാണ്. മോക്ഷം കിട്ടാൻ ഏറ്റവും എളുപ്പമാർഗം ഏതാണ്? ശുദ്ധമായ പ്രണയമാണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ പ്രണയം എന്തായിരിക്കണം? ശുദ്ധമായിരിക്കണം. പറയുകയാണ്: ഓ യദുനന്ദന, നിന്റെ പ്രണയമെന്ന ആഭരണം കൊണ്ട് എന്നെ പൊതിയൂ കൃഷ്ണ. ഇതിന് നമുക്ക് മറ്റൊരു വ്യാഖ്യാനവും കൂടെ നമുക്ക് പറയാൻ പറ്റും. അതായത് ജയദേവ കവിയുടെ വാക്കുകളാണ് ശരിക്കും ഈ 24-ാം അധ്യായത്തിൽ പറയുന്ന ഓരോ ആഭരണങ്ങളും. 24-ാം അധ്യായത്തിൽ രാധയെ അണിയിച്ചൊരുക്കാൻ പറയുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും രത്നം പതിപ്പിച്ച അരഞ്ഞാണവുമൊക്കെ രാധ ജയദേവ കവിയുടെ വാക്കുകളാണ്. അപ്പൊ പറയുകയാണ്, ജയദേവ കവി പറയുകയാണ്, തൻ്റെ വാക്കുകളാകുന്ന ആഭരണങ്ങൾ കൊണ്ട് രാധാറാണിയെ അണിയിച്ചൊരുക്കൂ. ഇതിന് 2 അർത്ഥമുണ്ട്, നിങ്ങൾ നോക്കുക. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ജയദേവ, അതായത് കൃഷ്ണൻ രാധാറാണിയുടെ ആഭരണങ്ങൾ എടുത്ത് രാധാറാണിയെ അണിയിച്ചൊരുക്കുന്നു. രണ്ടാമത്തത്, ഈ ആഭരണം ജയദേവ കവിയുടെ വാക്കുകളാണ്, ഈ ഗീതാ ഗോവിന്ദമാണ്. അപ്പൊ ജയദേവ കവി പറയുകയാണ്, എൻ്റെ വാക്കുകൾ കൊണ്ട്, ഞാൻ രചിച്ച ഗീതാ ഗോവിന്ദമല്ലെങ്കിൽ അഷ്ടപതി കൊണ്ട് ഏ കൃഷ്ണ രാധാറാണിയെ അണിയിച്ചൊരുക്കൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ ഗീതാ ഗോവിന്ദം അല്ലയോ കൃഷ്ണ രാധാറാണിയെ ചൊല്ലിക്കേൾപ്പിക്കൂ. അങ്ങനെ രാധാറാണിയുടെ ഹൃദയം മുഴുവനും ആനന്ദം കൊണ്ട് നിറയ്ക്കൂ. അങ്ങനെ രാധാജിയുടെ മാത്രമല്ല, ഈ അഷ്ടപതി ആർക്ക് ചൊല്ലിക്കൊടുത്താലും അവരുടെ മനസ്സും
കേൾക്കുന്നവരുടെ മനസ്സും ശുദ്ധമാവുകയും കലികാലത്തെ പാപങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. അപ്പൊ ജയദേവ കവി പറയുന്നു, കൃഷ്ണ രാധാറാണിക്ക് ഗീതാഗോവിന്ദം ചൊല്ലിക്കൊടുക്കൂ. അങ്ങനെ എൻ്റെ ഗീതാഗോവിന്ദമാകുന്ന ആഭരണങ്ങൾ കൊണ്ട് രാധാറാണിയെ അണിയിച്ച് സന്തോഷവതിയാക്കൂ. ദേ നിങ്ങൾക്കും ഞാനിപ്പോൾ ഗീതാഗോവിന്ദമാണ് കുറേ നാളുകളായിട്ട് 145 എപ്പിസോഡായി ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും മറ്റൊരാൾക്ക് ഇത് ചൊല്ലിക്കൊടുക്കുക. എന്നിട്ട് പറയുകയാണ്, എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? കൃഷ്ണൻ്റെയും രാധാറാണിയുടെയും പാതാരവിന്ദങ്ങളെ സ്മരിക്കണം. ആ പാതാരവിന്ദ സ്മരണ അമൃതാണ്. അമൃതിൻ്റെ പ്രശ്നം എന്താണ്? അമൃത് കഴിക്കുന്നവന് മരണമില്ല, അവൻ അമരനാണ്. അപ്പൊ രാധാജിയുടെ പാദങ്ങളും കൃഷ്ണന്റെ പാദങ്ങളും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ സ്മരണയിൽ ആരാണോ അഷ്ടപതി പാടുന്നത്, അഷ്ടപതി കേൾക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം കലി അവരുടെ അടുത്തു പോലും വരുത്തില്ല. കലിയുഗത്തിലെ ഒരു പാപങ്ങളും അവരെ ബാധിക്കില്ല. നിങ്ങൾ കൊടും പാപിയാണെങ്കിലും അഷ്ടപതി മുഴുവൻ കേൾക്കൂ, അർത്ഥമറിഞ്ഞു ചൊല്ലൂ. അങ്ങനെ കൃഷ്ണന്റെയും രാധാറാണിയുടെയും പാതാരവിന്ദങ്ങൾ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് അഷ്ടപതി നന്നായി പഠിപ്പിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അഷ്ടപതി കേട്ട് ആ അഷ്ടപതിയെ അർത്ഥമറിഞ്ഞ് കൃഷ്ണന്റെയും രാധാജിയുടെയും പാതാരവിന്ദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് നിങ്ങൾ അഷ്ടപതി ചൊല്ലൂ. നിങ്ങളുടെ സകല പാപങ്ങളും ഇല്ലാതാകും, സകല പാപങ്ങളും ഇല്ലാതാകും. അതുകൊണ്ടാണ് കവി പറയുന്നത്, ജയദേവൻ എഴുതിയ ഗീതാഗോവിന്ദത്തിൽ മനസ്സ് വയ്ക്കൂ എന്ന് പറഞ്ഞാൽ ഹൃദയം അർപ്പിക്കൂ. നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാകും. ഉണ്ടാകട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.